എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കല്യാണത്തിന് വയ്ക്കുന്ന മീൻകറി, അത് തലേദിവസം പ്രിപ്പയർ ചെയ്ത് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന രീതിയാണ്. ആ ഒരു മീൻകറി എങ്ങനെ വെക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 750 ഗ്രാം കേരയാണ്. ഒരു 4-5 കഷ്ണമുണ്ട് തോട്ടുപൊടി വെള്ളത്തിലിട്ടത്. 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചുവന്നുള്ളി, 3 പച്ചമുളക് ഇവ അരിഞ്ഞത്. ആവശ്യത്തിനുള്ള മസാലകൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. സ്റ്റൗ കത്തിച്ച് കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇടുക. ഉലുവ മൂത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റി മസാലയും ചേർത്ത് മീനിൻ്റെ ചട്ടിക്കകത്ത് ചേർക്കണം. അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം ചേർത്തു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ കറി വെക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇതൊക്കെ ശരിക്കും ഫ്രൈ ആകണം. ഫ്രൈ ആയതിനു ശേഷമേ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാവൂ. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചീത്തയായിപ്പോവും. മീൻ ചട്ടിയിൽ തോട്ടുപുളിയും കറിവേപ്പിലയും ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ വഴറ്റി ചേർക്കാൻ പോകുന്നത്. ഉണ്ടോ, ഇത്രയും അത് ഫ്രൈ ആകണം കേട്ടോ. അതിനുശേഷം സ്റ്റൗവിൻ്റെ തീ വളരെ കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. മസാലകളെല്ലാം ചേർത്ത് അതെല്ലാം ശരിക്കും മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒരു എണ്ണ തെളിയുക. ഉപ്പ് ഇടണേ, ഉപ്പ് ഇട്ട് വേണം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് മീനിനകത്തോട്ട് ചേർക്കുകയാണ്. വഴറ്റിയ മസാല മീനിനകത്ത് ചേർത്തു. വെള്ളം വെക്കുക. മീൻ ശരിക്ക് തിളച്ചതിന് ശേഷം ഉപ്പും ഒക്കെ നോക്കുക. മീൻ നല്ലോണം തിളച്ചു. ഉപ്പ് നോക്കി അല്പം കുറവുണ്ടായിരുന്നു, നമ്മൾ വീണ്ടും ചേർത്തു. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. കറിക്കകത്ത് തവിയിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. മീനൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ലുക്കിലായി. ഇതിൻ്റെ ഗ്രേവി ഈ ഒരു പരുവമായിരിക്കണം. എന്നാലേ നമ്മൾ നാളത്തേക്ക് മീനെടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല പോലെ കഷ്ണത്തേലൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല കുറുകി. ഇതാണ് കല്യാണത്തിനൊക്കെ മീൻ കറി വെക്കുന്ന രീതികൾ. അതായത് ഇലയിൽ ഒഴിച്ചാൽ, ഇലയിൽ ഈ മീൻ വിളമ്പിയാൽ ആ മീനിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ നിൽക്കണം. അതാണ് കല്യാണ മീൻ കറി. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് വാങ്ങുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് എപ്പോഴും നമ്മൾ ആഹാരം വെക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ആഹാരം വെക്കാൻ. നമ്മൾ അതിന് വേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം വഴറ്റി ചേർക്കുക. നല്ല രീതിയിൽ ചേർത്താലേ നമ്മളുണ്ടാക്കുന്ന കറികൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ
കറികളൊക്കെ ഉണ്ടാക്കുക, സന്തോഷമായിട്ടിരിക്കുക.